ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. ആൻഡമാൻസാണ് ചെയ്യുന്നത്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ എത്തി. അവിടെ നിന്നാണ് ആൻഡമാൻസിലോട്ട് പോയത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായി. ഞങ്ങൾ 3 മണിയായി ആൻഡമാൻസിൽ ചെന്നപ്പം. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോയത് കാർബൺ കേവ് ബീച്ചാണ്. അവിടുന്ന് ഞങ്ങൾ ബോട്ടിൽ കയറി ഒരു ഐലൻഡ് കാണാനാണ് പോയത്. ആ ഐലൻഡ് സ്നേക്ക് ഐലൻഡ് എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഐലൻഡിൽ കയറാൻ പറ്റില്ല. അതിന് ചുറ്റും നടന്ന് കാണാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഐലൻഡ് മൊത്തം ഈ പുറ്റുകൾ പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ലാൻഡായിട്ടല്ല. അതിലൊരുപാട് സ്നേക്കുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അന്നത് മാത്രമേ വിസിറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഹാവിലോക്ക് ഐലൻഡിലേക്ക് പുറപ്പെട്ടു. ക്രൂയിസിലാണ് യാത്ര ചെയ്തത്. ഹാവിലോക്ക് ഐലൻഡിൽ എത്തിച്ചേർന്ന് ഞങ്ങൾ രാധാനഗർ ബീച്ച് കാണാൻ പോയി. ഹാവിലോക്ക് ഐലൻഡിൽ നിന്നും ഞങ്ങൾ ബസ്സിലാണ് രാധാനഗർ ബീച്ച് കാണാൻ പുറപ്പെട്ടത്. അതിമനോഹരമായ ഒരു ബീച്ചാണ് രാധാനഗർ. നമ്മൾ പറയില്ലേ ക്രിസ്റ്റൽ ക്ലിയർന്ന്, അതേപോലെയാണ് അവിടുത്തെ ജലം. കടലിൻ്റെ അടുത്തിട്ട് പോലും നമുക്ക് മനോഹരമായി കാണാൻ സാധിക്കും. നമ്മൾ പറയില്ലേ എത്ര കണ്ടാലും മതി വരാത്ത കടലിൻ്റെ സൗന്ദര്യം എന്ന്, അതേപോലെയാണ് രാധാനഗർ ബീച്ച്. അതിനുശേഷം ഞങ്ങൾ പോയത് കാലപത്താർ ബീച്ച് കാണാൻ വേണ്ടിയാണ്. അതും രാധാനഗർ ബീച്ച് പോലെ തന്നെ അതിമനോഹരമാണ്. നമ്മൾ സിനിമയിലും ഫോട്ടോയിലും ഒക്കെ കാണുമ്പത്തില്ലേ കടലിന് നല്ല നീല നിറം, അതേ നീല നിറമാണ് കടലിന്. കടലിലിറങ്ങി നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കുറേ ഭാഗം നെറ്റിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നമുക്ക് സൗകര്യമായിട്ട് അവിടെ നിന്ന് കുളിക്കാം. വലിയ തിരമാലകളോ ബഹളങ്ങളോ ഒന്നുമില്ല. ഡ്രസ്സ് മാറാനുള്ള സൗകര്യവും അവിടെ തന്നെയുണ്ട്. 3:30 ഞങ്ങൾ ഹാവിലോക്ക് ഐലൻഡിൽ നിന്നും തിരിച്ചുപോയി. അടുത്തതായി ഞങ്ങൾ സന്ദർശിച്ചത് സെല്ലുലാർ ജയിലായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ധീരദേശാഭിമാനികൾ സെല്ലുലാർ ജയിലിൽ അനുഭവിച്ച യാതനകൾ വിളിച്ചോതുന്നതായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. അടുത്തതായി ആന്ത്രോപോളജി മ്യൂസിയമാണ് വിസിറ്റ് ചെയ്തത്. അവിടെ ട്രൈബേഴ്സ് ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വിസിറ്റ് ചെയ്തത് നോർത്ത് ബേ ഐലൻഡാണ്. അതിമനോഹരമായ ഒരു ഐലൻഡാണ് ഇവിടെ. അത് നമ്മൾ കയറി ചെല്ലുമ്പോഴേ നമ്മൾ ആദ്യമേ കുറേ മാനുകളെയാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ തുറന്ന ജീപ്പിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഇതേപോലെ മാനുകൾ, മയിലുകളെയൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. അതേപോലെ പഴയ കെട്ടിടങ്ങൾ, മരങ്ങൾ വളർന്ന് നിൽക്കുന്ന പഴയ കെട്ടിടങ്ങളും ഒക്കെ കാണാം. അതിമനോഹരമാണ് നോർത്ത് ബേ ഐലൻഡ് കാണാൻ.
അതിനുശേഷം നമ്മൾ ഐലൻഡിൽ ചെന്നിട്ട് താഴോട്ട് സ്റ്റെപ്പുകളുണ്ട്. ഇറങ്ങി ചെല്ലുമ്പോൾ വീണ്ടും നമുക്ക് കടൽ കാണാൻ സാധിക്കും. നോർത്ത് ബേ ഐലൻഡിലുള്ള ഓഫീസാണിത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴോട്ട് ചെന്നാൽ നമ്മൾ വീണ്ടും കാണുന്നത് കടലാണ്. ലൈറ്റ് ഹൗസാണ് അങ്ങേ അറ്റത്ത് കാണുന്നത്. നമുക്കിതേ കൂടി ആ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് പോയി നിൽക്കാം. ആൻഡമാൻസിൽ ചെന്ന് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് അവിടെ എല്ലാം കടലുകൾ കാണാൻ സാധിക്കും. അതിമനോഹരമാണ് അവിടുത്തെ കാഴ്ചകൾ. അവിടെയാണ് വാട്ടർ ആക്ടിവിറ്റികളൊക്കെ നടത്തുന്നത്. ഞങ്ങൾ ഡോൾഫിൻ ആക്ടിവിറ്റിക്ക് പോയി. 2500 രൂപയാണ് ഒരാൾക്ക്. ഗ്ലാസ് ബോട്ടാണ്. ഗ്ലാസിൻ്റെ അടിയിൽ കൂടി നമുക്ക് കടലിൻ്റെ അടുത്തട്ടെല്ലാം കാണാൻ സാധിക്കും. ഫോണിൻ്റെ ക്ലാരിറ്റി കുറവ് കൊണ്ടാണ് അതുവഴി മീനുകളൊക്കെ നീന്തി തുടിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് നന്നായിട്ട് അതെല്ലാം കാണാൻ സാധിക്കും. 3/4 മണിക്കൂറാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. കടലിലെ പുറ്റുകളും മീനുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഇടയ്ക്കൊക്കെ മീനുകളെ കാണാം. ബോട്ട് താഴോട്ടാണ് അതിൻ്റെ ഗ്ലാസ്. അപ്പം നമുക്കതിൻ്റെ ചുറ്റും കസേരയിട്ട് ഇരുന്നാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. നമുക്ക് നന്നായി കാണാൻ സാധിക്കും. പവിഴപ്പുറ്റുകളും മീനുകളും ഒക്കെ വളരെ അടുത്ത് കാണാൻ സാധിച്ചു. പല വർണ്ണങ്ങളിലുള്ള സുന്ദരമായ മത്സ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അടുത്ത ദിവസം രാവിലെ 2:45 ആയപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഭരതാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നതിന് ശേഷം ജങ്കാറിലാണ് ഞങ്ങൾ മറ്റൊരു ദ്വീപിൽ പോയതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ ബോട്ടിൽ ലൈംസ്റ്റോൺ കേവ് കാണാൻ യാത്ര തിരിച്ചു. പോകുന്ന വഴികളെല്ലാം അതിമനോഹരമാണ്. കണ്ടൽക്കാടുകളാണ്. കണ്ടൽക്കാടുകളുടെ സൈഡിൽ കൂടെയാണ് ബോട്ടിൽ പോകാൻ കഴിഞ്ഞത്. കണ്ടൽക്കാടുകൾ പന്തൽ വിരിച്ച പോലെ നിൽക്കുന്ന ഒരു കൊച്ചു വഴി പോലെ, ഒരു തോട് പോലെ അതുവഴി കയറിയാണ് നമ്മൾ ലൈംസ്റ്റോൺ കേവ് കാണാൻ പോകുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്. 2 സൈഡും നമുക്ക് ബോട്ടിലിരുന്ന് തൊടാവുന്നത് പോലാണ് കണ്ടൽക്കാടുകൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ബോട്ട് ഇറങ്ങിയതിന് ശേഷം 1.5 കിലോമീറ്റർ നമ്മൾ നടന്നാണ് ലൈംസ്റ്റോൺ കേവ് കാണാൻ പോകുന്നത്. ഒരു കാലത്ത് കടലായിരുന്ന സ്ഥലമാണിത്. ലൈംസ്റ്റോൺ കേവ് കടലിറങ്ങിപ്പോയതാണ്. അപ്പോൾ കടലിനടിയിലുണ്ടായിരുന്ന പവിഴപ്പുറ്റുകൾ പോലുള്ള സാധനങ്ങളാണ് ഈ വലിയ കേവായിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. മൊബൈലിൻ്റെ ടോർച്ചിൻ്റെ പ്രകാശത്തിലാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കത്തുള്ളൂ. മുകളിൽ നിന്ന് ഒരു ശകല സൂര്യപ്രകാശം മാത്രമേ അകത്തോട്ട് ഇറങ്ങി വരുന്നുള്ളൂ. അടുത്ത നമ്മൾ സന്ദർശിച്ചത് മഡ് വോൾക്കാനയാണ്. വോൾക്കാനയിൽ നിന്ന് ഒരു ദ്രാവകം, സിമെൻറ്റിൻ്റെ കളറിലൊരു ദ്രാവകം, ലാവ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ 5-6 വോൾക്കാനോസ് നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാം സജീവമായിട്ട് നിൽക്കുന്ന വോൾക്കാനുകളായിരുന്നു. അതിൽ നിന്ന് ദ്രാവകം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ലാസ്റ്റിലാണ് സെല്ലുലാർ ജയിൽ സന്ദർശിച്ചത്. ആദ്യത്തെ ദിവസം തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ സാധിച്ചിരുന്നു. ഇതിൻ്റെ ഒരു വേറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്.